ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ആൻഡ് തോട്ട്സ്. ഇന്നത്തെ എൻ്റെ യാത്ര തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രവും പാറമേക്കാവും തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രവും അടങ്ങിയതാണ്. തൃശ്ശൂർ പൂരത്തിന് കൊടിയേറി അല്ലേ? എല്ലാവരും കാത്തിരിക്കുന്നതാണ് ഈ തൃശ്ശൂർ പൂരം. കേരളം മൊത്തം ഉറ്റുനോക്കുന്നതാണ് ഈ തൃശ്ശൂർ പൂരം, നമുക്കെല്ലാം അറിയാം അല്ലേ? ഞാൻ തൃശ്ശൂർ പൂരത്തിനെക്കുറിച്ചും പൂരങ്ങളുടെ മാതാവായ ആറാട്ടുപുഴ പൂരത്തിനെക്കുറിച്ചും അധികം ആരും അറിയാത്ത ആറാട്ടുപുഴ പൂരത്തിൻ്റെ കഥ. തൃശ്ശൂർ ഒന്നുമല്ല, അതിനേക്കാളും എത്രയോ ഇരട്ടി വലിപ്പമുള്ള പ്രാധാന്യമുള്ളതായിരുന്നു ആറാട്ടുപുഴ പൂരം. അതിനെക്കുറിച്ചും കുറച്ച് വിവരങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞു തരാം. ഈ കാണുന്നത് വടക്കുംനാഥ ക്ഷേത്രവും തേക്കിൻകാട് മൈതാനവും അതിൻ്റെ പരിസരങ്ങളും ആണ്. കേരളത്തിനകത്തും പുറത്തും ഏറ്റവും ജനശ്രദ്ധ ആകർഷിക്കുന്ന ഉത്സവങ്ങളിലൊന്നാണ് തൃശ്ശൂർ പൂരം എന്ന് നമുക്കറിയാം. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ചതാണ് ഈ തൃശ്ശൂർ പൂരം. ഇതിന് ഏകദേശം 200 വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട്. പൂരം കാണാൻ നമുക്കറിയാം, വിദേശികളും വിദേശത്തുനിന്ന് പോലും ധാരാളം ആളുകൾ ഈ പൂരം കാണാൻ വേണ്ടി എത്താറുണ്ട്. മേടമാസത്തിൽ പൂരം നക്ഷത്രത്തിലാണ് ഈ തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആറാട്ടുപുഴ പൂരത്തിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് കേരളത്തിലെ ആറാട്ടുപുഴ പൂരമായിരുന്നു ഏറെ പ്രശസ്തം. അന്ന് ആറാട്ടുപുഴ പൂരത്തിന് പല ദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് ഘോഷയാത്രകൾ എത്തുമായിരുന്നു. ലോകത്തെ എല്ലാ ദേവതകളും ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാൻ എന്നതാണ് വിശ്വാസം. 1796 പൂരത്തിന് ശക്തമായ കാറ്റും പേമാരിയും നിമിത്തം നമ്മുടെ ഈ പാറമേക്കാവ്, തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം, ചെമ്പൂക്കാവ്, കാരമുക്ക്, അങ്ങനെയുള്ള ചില കാവുകൾ, എല്ലാത്തിൻ്റെയും പേര് ഞാൻ പറയുന്നില്ല, ഇത്തരത്തിലുള്ള കുറച്ച് ക്ഷേത്രങ്ങൾ ഇവരുടെ സംഘങ്ങൾക്ക് ആറാട്ടുപുഴ പൂരത്തിന് എത്താൻ സാധിച്ചില്ല. മഴ കാരണം ബണ്ട് പൊട്ടി അങ്ങനെ വെള്ളം കയറി എത്താൻ സാധിച്ചില്ല. പൂരത്തിന് എത്താതിരുന്നതുകൊണ്ട് ഈ സംഘങ്ങൾക്കെല്ലാം ഭ്രഷ്ട് കൽപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അന്ന് ശക്തൻ തമ്പുരാൻ്റെ ഭരണമായിരുന്നു. സംഭവം അറിഞ്ഞ് ശക്തൻ തമ്പുരാനും ദേഷ്യം വന്നു. കോപിഷ്ഠനായ തമ്പുരാൻ വടക്കുംനാഥനെ ആസ്ഥാനമാക്കി അടുത്ത പൂരം നാളിൽ, അതായത് 1796 തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന പൂരം ആരംഭിക്കുകയാണ്. ഈ പൂരത്തിൻ്റെ പ്രധാന പങ്കാളികൾ നഗരത്തിലെ പ്രധാന ക്ഷേത്രങ്ങളായ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രവും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമാണ്. അതിൽ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം എനിക്ക് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഇത് വടക്കുംനാഥ ക്ഷേത്രമാണ്. ഇതിൻ്റെ മുറ്റത്താണ് തേക്കിൻകാട് മൈതാനം. പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഞാൻ പോയപ്പോഴേക്കും നട അടച്ചുപോയി, അതുകൊണ്ട് അതെനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഇത് കഴിഞ്ഞ് ഞാൻ വടക്കുംനാഥ ക്ഷേത്രത്തിന് ശേഷം നിങ്ങൾക്ക് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കാണിച്ചു തരാം. അവിടെ എനിക്ക് പോയി ഭക്ഷണം കഴിക്കാനും പ്രസാദവും ഊട്ട് കഴിക്കാനും ഭഗവാനെ തൊഴാനും ഉള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആറാട്ടുപുഴ പൂരം എന്ന് പറയുന്നത് ആറാട്ടുപുഴ എന്ന ഗ്രാമത്തിലാണ് ആഘോഷിക്കപ്പെടുന്നത്. ഈ ആറാട്ടുപുഴ പൂരം, ഈ ഉത്സവം കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രോത്സവമായിട്ടാണ് കരുതപ്പെടുന്നത് കേട്ടോ. 2000ഓളം വർഷം പഴക്കമുള്ള ഈ ആചാരം ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. എങ്കിലും 1400 വർഷത്തിലധികമായി വീണ്ടും നടത്തപ്പെട്ടു വരുന്നു എന്നാണ് പെരുവനം ക്ഷേത്രത്തിലെ ഗ്രന്ഥവരികളിൽ കാണുന്നത്. പെരുവനം പൂരം എന്നും പറയപ്പെടുന്നുണ്ട്. പൂരങ്ങളുടെ മാതാവ് എന്നാണ് ഈ പൂരം അറിയപ്പെടുന്നത്. ഈ പൂരം ചടങ്ങുകളുടെ പ്രാധാന്യം കൊണ്ടും കാഴ്ചയിലെ പ്രൗഢി കൊണ്ടുമായിരിക്കണം കേരളത്തിലെ ഏറ്റവും വലിയ പൂരമായിട്ട് ആഘോഷിക്കുന്നത് ഈ ആറാട്ടുപുഴ പൂരം തന്നെയായിരുന്നു. 23 ദേവന്മാരുടെയും 33 കോടി ദേവഗണങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് വളരെ പവിത്രമായതാണ് ആറാട്ടുപുഴ പൂരം എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. ആറാട്ടുപുഴയിൽ 7 ദിവസത്തെ ഉത്സവമാണ്. 6ാം ദിവസമാണ് പൂരം. 7ാം നാൾ ആറാട്ടോടുകൂടി സമാപനമാണ്. മുമ്പൊക്കെ 108 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 108 ദേവന്മാർ ആറാട്ടുപുഴ പൂരത്തിന് പങ്കെടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്നത് 61 ക്ഷേത്രങ്ങളിൽ നിന്നുള്ളതായി ചുരുങ്ങി. 28 ദിവസമുണ്ടായിരുന്ന പൂരം ഇന്ന് 7 ദിവസമായിട്ട് ചുരുങ്ങി. മുമ്പ് 100 ആനകളുണ്ടായിരുന്നു പൂരത്തിന്, 100 ആനകൾ പൂരത്തിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് 64ആയി ചുരുങ്ങി. പെരുവനം ഗ്രാമത്തിൻ്റെ 4 അതിർത്തികളിലായിട്ട് ഓരോ ശാസ്താക്ഷേത്രമുണ്ട്.
അവിടെയാണ് ഈ പൂരം സജീവമായി ഇവരൊക്കെ പങ്കെടുത്തിട്ടാണ് ഈ പൂരം ആറാട്ടുപുഴ പൂരം നടത്തുന്നത്. ഇന്ന് നമ്മൾ ധരിക്കുന്നത് തൃശ്ശൂർ പൂരമാണ് ഏറ്റവും വലിയ പൂരം എന്നാണ് അല്ലേ? പക്ഷേ 108 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂരം പങ്കെടുത്തിരുന്ന ആ കാലത്ത് ഇത് ആറാട്ടുപുഴ പൂരം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു. ആറാട്ടുപുഴ പൂരത്തിൻ്റെ വെളിച്ചെണ്ണയുണ്ടെങ്കിൽ 100 തൃശ്ശൂർ പൂരം നടത്താം എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, തൃശ്ശൂർ പൂരം ഏറ്റവും വലിയ പൂരം എന്ന് നമ്മൾ കരുതുമ്പോൾ ആറാട്ടുപുഴ പൂരത്തിൻ്റെ വെളിച്ചെണ്ണ മാത്രം ഉണ്ടായാൽ 100 തൃശ്ശൂർ പൂരം നടത്താമെന്നാണ് പറയപ്പെടുന്നത്. അതൊരു പഴഞ്ചൊല്ലായിട്ട് തന്നെ പറയപ്പെടുന്നുണ്ട്. അന്നേ ദിവസം തൃശ്ശൂർ വടക്കുംനാഥൻ ക്ഷേത്രവും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം എന്നീ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള സമീപ ക്ഷേത്രങ്ങളിലും പിന്നെ നമ്മുടെ ശുചീന്ദ്രം അതും നിങ്ങൾക്ക് അറിയാവുന്ന ക്ഷേത്രമാണ് അല്ലേ, അവിടെയും ഇത്തരം ക്ഷേത്രങ്ങളിലൊക്കെ നേരത്തെ തന്നെ നടയടക്കുമായിരുന്നു. ഇനി ഞാൻ തൃശ്ശൂർ പൂരത്തിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും തൃശ്ശൂർക്കാർക്ക്, എന്നാലും അറിയാത്തവരുണ്ടാകും. തൃശ്ശൂർ നഗരമധ്യത്തിൽ ഞാൻ ഈ കാണിച്ച വടക്കുംനാഥൻ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തേക്കിൻകാട് മൈതാനത്തുമാണ് പൂരത്തിൻ്റെ ചടങ്ങുകൾ നടക്കുന്നത്. ഈ കാണുന്ന ക്ഷേത്രം തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ ഭഗവതിമാരാണ് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നതായിട്ട് സങ്കല്പിക്കപ്പെടുന്നത്. പൂരത്തിൻ്റെ മുഖ്യ പങ്കാളിത്തവും ഈ 2 വിഭാഗക്കാർക്കാണ്. തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകളിലൊന്നായ ബാലികാഭാവത്തിലുള്ള ബാലഭദ്രകാളിയാണ് പൂരത്തിന് പങ്കെടുക്കുന്ന ഒരു ഭഗവതി. തൃശ്ശൂർ പൂരത്തിലെ പ്രധാന ചടങ്ങുകളാണ് ഇലഞ്ഞിത്തറമേളം, തെക്കോട്ടിറക്കം, കുടമാറ്റം എന്നിവയൊക്കെ. അതൊക്കെ നമുക്കറിയാം അല്ലേ? അവിടെ നേരിട്ട് പോയി കാണാൻ പറ്റാത്തവരൊക്കെ ഈ സമയത്ത് TV തുറന്നു വെച്ച് വളരെ ആകാംക്ഷയോടുകൂടി ആവേശത്തോടുകൂടി കാണുന്നതാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. ഈ ചടങ്ങുകൾ, ഈ പറഞ്ഞ ഇലഞ്ഞിത്തറ മേളവും തെക്കോട്ടിറക്കവും കുടമാറ്റവും എന്നീ ചടങ്ങുകളൊക്കെ വടക്കുംനാഥ ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് അരങ്ങേറുന്നത്. സമയക്രമം അനുസരിച്ചിട്ട് മുഖ്യ വിഭാഗങ്ങൾക്കും വളരെ മുമ്പ് തന്നെ നടക്കുന്ന ചെറുപൂരങ്ങളുടെ എഴുന്നള്ളിപ്പോടുകൂടി പ്രധാന ദിവസത്തെ പൂരാഘോഷങ്ങൾക്ക് അരങ്ങൊരുങ്ങുന്നു. ഇത് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലെ കൊടിമരം പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് ആശാരി ആദ്യം ഭൂമി പൂജ നടത്തും. പൂജയ്ക്ക് ശേഷം കൊടിമരം തട്ടകത്തെ ജനങ്ങൾ ഏറ്റുവാങ്ങും. തുടർന്ന് ബാലഭദ്രകാളി ഭഗവതിയുടെ കോമരം ചെമ്പട്ടുടുത്ത് ഈ അവസരത്തിൽ സന്നിധമാകും. കൊടിമരം പ്രതിഷ്ഠിക്കാനായിട്ട് ഉയർത്തുമ്പോൾ ചുറ്റും കൂടിയിട്ടുള്ള സ്ത്രീകൾ കുരവിയിടും. ചിലർ നാമം ജപിക്കും. ആശാരിയും മറ്റുള്ളവരും ചേർന്ന് മണ്ണിട്ട് കുഴിയിൽ കൊടിമരം ഉറപ്പിക്കും. കൊടിമരം ഉറപ്പിച്ച ശേഷം ഭഗവതിയുടെ തിടമ്പ് ചേർത്ത് കെട്ടിയിട്ടുള്ള കോലം ആനപ്പുറത്ത് കയറ്റി കോലം വെച്ച ആനയും മേളവുമായി ആളുകൾ 3 തവണ ക്ഷേത്രം വലവയ്ക്കുന്നു. അത് കഴിഞ്ഞ് വടക്കുംനാഥ ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിലാണ് എഴുന്നള്ളത്ത് അവസാനിക്കുന്നത്. പിന്നീടാണ് നമ്മൾ കാണുന്ന പ്രസിദ്ധമായ ഇലഞ്ഞിത്തറമേളം നടക്കുന്നത്. 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പാണ്ടിമേളത്തിൽ വാദ്യകലാരംഗത്തെ കുലപതികളാണ് പങ്കെടുക്കുക. ഈ ഇലഞ്ഞിത്തറ മേളത്തിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് തന്ത്രവിധികളോ പൂജാക്രമങ്ങളോ എന്നിവയാലൊന്നും നിബന്ധമായതോ അല്ല അവിടുത്തെ ചടങ്ങുകൾ എന്നുള്ളതാണ്. അങ്ങനെയുള്ള യാതൊരു പൂജാവിധി ചടങ്ങുകളും ഇതിൽ അരങ്ങേറുന്നില്ല എന്നത് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കേവലം ദൃശ്യ ശ്രാവ്യ വിരുന്നൊരുക്കുക മാത്രമാണ് പൂരം നാളിൽ നടക്കുന്നത്. തൃശ്ശൂർ പൂരത്തിനെക്കുറിച്ചും പൂരങ്ങളുടെ മാതാവായ ആറാട്ടുപുഴ പൂരത്തിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ, വളരെ പരിമിതമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എനിക്ക് പങ്കുവെക്കാൻ സാധിച്ചു എന്നതാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ഈ ചാനൽ യാത്രാ ചാനലാണ്, ട്രാവൽ ആൻഡ് തോട്ട്സ്. ഈ യാത്രകളും ഈ വിവരണങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ തരണം. അതെനിക്ക് ഏറ്റവും വലിയ പ്രചോദനമാണ്, സപ്പോർട്ടാണ്. അതിനെല്ലാം മടി കാണിക്കരുത് എന്നതും കൂടി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, സി യു.